സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഈ വർഷമാണ് ഞാൻ പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്നത്. ഞങ്ങൾ ഓഫീസിലെ കുറച്ച് പേരും കൂടെ ഈദിൻ്റെ അന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ പെരുന്നാളാണ് ഒരു ഫ്രണ്ട് വീട്ടിലോട്ട് വിട്ടു. കൂടെ കൃത്യനിഷ്ഠമുള്ള പലരും ഉണ്ടായതുകൊണ്ട് 10 മണിക്ക് കോഴിക്കോട് നിന്ന് ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തിട്ട് 12:30ക്കാണ് ഇറങ്ങി. അങ്ങനെ കാറിലെ ഡാൻസും പാട്ടും കൂത്തും ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു 2:45, 3 പെരിന്തൽമണ്ണ എത്താൻ. അവിടെ എത്തി അവിടെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡ് അടിയിലേക്ക് കിടന്നു. ഫുഡ് അടിയാണല്ലോ മെയിൻ. അങ്ങനെ നല്ല അടിപൊളി ബിരിയാണിയും ബീഫും ഒക്കെ കൂട്ടി ഫുഡ് അടിച്ച് ഫുൾ ഗ്ലാസ് പായസവും കുടിച്ച് സെറ്റായിരിക്കുമ്പോൾ ഫാസിൽക്ക് നമ്മളോട് പറഞ്ഞു ഇവിടെ അടുത്തൊരു അടിപൊളി സ്പോട്ടുണ്ട് പോയാലോ. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്ത് അങ്ങോട്ട് വിട്ടു. അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു അടിപൊളി സ്പോട്ട് ഡാമാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാ പോയത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് ഈ സ്പോട്ട് കണ്ടപ്പോൾ ഞാൻ റീൽസിന് ഇങ്ങനെ കുറേ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ കാണുന്ന ആളാട്ടോ. പക്ഷെ ഈ സ്ഥലത്തിനെ പറ്റി ഞാൻ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല. ഇതിന് മുന്നേ ഒരു റീലിലും ഞാൻ ഈ സ്ഥലം കണ്ടിട്ടില്ല. ഏലാട് ചെക്ക് ഡാം. എനിക്കതുകൊണ്ട് തന്നെ ഇത് ആദ്യമായിട്ട് കാണുമായിരുന്നു. ഞാൻ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് അറിയായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയുമോയെന്ന് എനിക്കറിയില്ല. ഇത് ഭയങ്കര അടിപൊളി സ്ഥലം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അവിടെ ചെന്നിട്ട് വിഷമമായ കാര്യം എന്താ വെച്ചാൽ എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ്സ് എടുക്കാൻ പറ്റാത്ത എനിക്ക് ഭയങ്കര വിഷമമായി. ഒരു പെയർ ഓഫ് ഡ്രസ്സ് എടുത്ത് വെച്ചിരുന്ന് ആ വെള്ളത്തിൽ ചാടാലോ എന്ന് ആലോചിച്ചു. ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് നല്ല അടിപൊളി ഫോട്ടോസും എടുത്ത് ഇങ്ങോട്ടേക്ക് ഒന്നും കൂടി വരാനുള്ള ട്രിപ്പും പ്ലാൻ ചെയ്ത് നേരെ കോഴിക്കോടിലേക്ക് വിട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.